ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്താ ക്രിഞ്ച് പോലെയൊക്കെ തോന്നുന്നത്, കുഴപ്പമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഫേഷ്യലാണ്, ഒരു സിമ്പിളായിട്ടുള്ള ഫേഷ്യലാണ്, ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള ഒരു ഫേഷ്യലും കൂടിയാണ്. അപ്പം തൈരാണ് എൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. തൈര് മാത്രമല്ല, തൈരിൻ്റെ കൂടെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കുന്നുണ്ട്. വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങളാണ് ചേർക്കുന്നത്. ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഫേഷ്യലാണ്. നല്ല അടിപൊളി ടാനൊക്കെ മാറ്റാൻ പറ്റുന്ന ഒരു ഫേഷ്യലാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മളെ മുഖം കഴുകണം. മുഖം നമ്മുടെ സോപ്പല്ല, ഫേസ് വാഷ് ഇട്ട് കഴുകണം. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ്. കഴുകിയതിന് ശേഷം മുഖം നന്നായിട്ട് തുടച്ചിട്ട് വെറും തൈര്, ഞാനിപ്പോൾ എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന തൈരാണ്. എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന തൈരിന് കുറച്ച് പ്രത്യേകതയുണ്ട്. മുഖത്തിടാൻ വേണ്ടി ഒരു തൈരും കഴിക്കാൻ വേണ്ടിയിട്ട് വേറെ തൈരുമാണ് ഉണ്ടാക്കുന്നത്. നമ്മളങ്ങനെയൊക്കെയാണ്. മുഖത്തിടാൻ വേണ്ടി നല്ല രീതിയിൽ പുളിപ്പിക്കും തൈര്, എന്നിട്ട് നല്ല രീതിയിൽ പുളിപ്പിച്ചിട്ടാണ് ഞാൻ മുഖത്ത് തേക്കുന്നത് തൈര്. അല്ലാത്ത തൈര് അത്രയും പുളിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നന്നായിട്ട് മുഖത്ത് തേച്ചിട്ട് ഒരു 2 മിനിറ്റോളം മസാജ് ചെയ്തിട്ട് ജസ്റ്റ് നോർമൽ വെള്ളത്തിൽ വാഷ് ചെയ്യുക. അതിനുശേഷം ചെയ്യുന്നതാണ് സ്റ്റീമിങ്. അത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആവി പിടിക്കാം, അല്ലെങ്കിൽ ഇപ്പം ഞാൻ ചെയ്യുന്ന പോലെ ചൂട് വെള്ളത്തിൽ ടവൽ മുക്കിയിട്ട് മുഖത്ത് തേക്കുക, അല്ല മുഖത്ത് വെച്ച് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒപ്പുക. ഭയങ്കര ചൂടെടുക്കരുത്, മുഖം പൊള്ളിപ്പോവും. എനിക്കാണെങ്കിൽ ഇത് കുറച്ച് ചൂടുള്ളൂ, പക്ഷേ എനിക്കധികം ചൂട് ഇങ്ങനെ സഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പട്ടി ഷോ കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ എടുക്കുന്നത് ഈ ഒരു പിന്നിൻ്റെ, മറ്റേ സേഫ്റ്റി പിന്നിൻ്റെ ബാക്ക് വെച്ചിട്ടാണ്. എൻ്റെ കയ്യിൽ ഈ നോസ് അതിൻ്റെ സാധനത്തിൻ്റെ പേരെന്തരായിരുന്നു, എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ കണ്ട ദിവസം ബ്ലാക്ക് ഹെഡ് റിമൂവൽ, ആ സംഭവം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ബാക്ക് ഒടിഞ്ഞു പോയി ഗൈസ്. അതിനി ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാനിപ്പം സേഫ്റ്റി പിന്നിൻ്റെ ബാക്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതാണ് കുറച്ചും കൂടെ നല്ലത് കേട്ടോ. പിന്നെ നമ്മൾ ചെയ്യുന്നതാണ് സ്ക്രബിങ്ങിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് പഞ്ചസാര, അരിപ്പൊടി, അതായത് ഞാൻ പുട്ടിൻ്റെ പൊടിയല്ല യൂസ് ചെയ്യുന്നത്, അപ്പം ഇടിയപ്പത്തിൻ്റെ പൊടിയുണ്ടല്ലോ ആ പൊടിയും തൈരാണല്ലോ മെയിൻ. അപ്പം തൈരും കൂടിയാണ് ഉപയോഗിക്കുന്നത്. ഇത് ഇത്രയും കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് മുഖത്ത് തേക്കും. നല്ല സാധനമാണ്. എനിക്ക് ഈ ഒരു ഫേഷ്യലിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു സ്ക്രബാണ്. അത്ര അടിപൊളി സ്ക്രബാണിത്. ഇതിപ്പോൾ ഈ ഫേഷ്യൽ ചെയ്യുന്ന സമയത്ത് മാത്രമല്ല, അല്ലാതെ നമ്മൾ ആഴ്ചയിൽ 2-3 പ്രാവശ്യം ഈ സ്ക്രബ് മാത്രം മുഖത്ത് തേച്ചാലും അടിപൊളിയാണ്. ഇപ്പം ഞാനെന്ന് പറയുന്ന വ്യക്തി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വർഷങ്ങളായിട്ട് അരിപ്പൊടി എൻ്റെ മുഖത്ത് എല്ലാ ദിവസവും തേക്കുന്നതാണ്. അതായത് വെറുതെ ഞാൻ വെള്ളത്തിലാണെങ്കിലും ചാലിച്ച് എൻ്റെ മുഖത്ത് തേക്കാറുണ്ട് എല്ലാ ദിവസവും കുളിക്കാൻ പോകുന്നതിൻ്റെ മുന്നേ. അത്ര അടിപൊളി സാധനമാണ്. എനിക്ക് പെട്ടെന്ന് ടാൻ വരുന്നൊരു ഫേസാണ്. എനിക്ക് ഒന്ന് അടുത്തുകൂടെ പോയാൽ മതി, അപ്പോഴേ ടാൻ വരും. അപ്പോൾ ഈ മഴക്കാലത്ത് വരെ ടാൻ അടിക്കുന്നതാണ് ഞാൻ. അത്ര സൈക്കോ ആണ് എൻ്റെ മുഖം. അപ്പം എന്നിട്ടും ഞാൻ ഈ ഒരു അരിപ്പൊടി ഉള്ളതുകൊണ്ടാണ് ഗൈസ് ഞാൻ ജീവിച്ചു പോണത്. അത്ര അടിപൊളിയാണ് അരിപ്പൊടി മുഖത്ത് തേക്കുന്നത്. എൻ്റെ ഫേസ് മാറി. എൻ്റെ പണ്ടത്തെ ഫോട്ടോ നിങ്ങളൊന്ന് കാണണം. എൻ്റെ ഫേസ് ഭയങ്കര ഡിഫറെൻ്റാണ്. ഞാൻ ഭയങ്കര ടാൻ അടിച്ചെൻ്റെ മുഖം ആകെ ഇങ്ങനെ വർഷങ്ങളായിട്ട് 22 വർഷം ഇങ്ങനെ 22 അതിന് മുന്നേ മാറ്റി, ഒരു 10-18 വർഷം ഈ ടാൻ അടിഞ്ഞുകൂടി ഇരുന്നിരുന്ന് എൻ്റെ ഫേസ് ഇത് മാറ്റാൻ എൻ്റെ പൊന്നേ ഞാൻ പെട്ട പാട്. എനിക്ക് പെട്ടെന്നൊരു ചേഞ്ചായിരുന്നു. അതായത് +2 കഴിഞ്ഞ് ഞാനൊരു 6 മാസം ഇതിന് വേണ്ടിയിട്ട് മുഖത്തിന് വേണ്ടിയിട്ട് ഞാനങ്ങ് ജീവിച്ച് എൻ്റെ മുഖം അങ്ങ് സെറ്റായി. പിന്നെ അത് നമ്മളങ്ങ് ഫോളോ അപ്പ് ചെയ്താൽ മതി. അങ്ങനെ സ്ക്രബ് ചെയ്തൊരു 2 മിനിറ്റ് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് ഇരുന്നിട്ട് വാഷ് ഔട്ട് ചെയ്യുക. അപ്പോൾ തന്നെ നമ്മളെ ഫേസ് ഭയങ്കരമായിട്ട് മാറും. നല്ല ചേഞ്ച് നമ്മളെ ഫേസിന് ഉണ്ടായിരിക്കും. ഇപ്പം ഞാൻ ഈ ഒരു ഫേഷ്യൽ ചെയ്യുന്നത് ബ്ലീച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാണ്. അപ്പം കുറച്ചും കൂടെ എഫക്റ്റാണ്. പക്ഷേ നിങ്ങൾ ബ്ലീച്ച് ചെയ്യേണ്ട. ബ്ലീച്ച് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഈ സെയിം റിസൾട്ട് തന്നെ ഉണ്ടായിരിക്കും കേട്ടോ. ഞാൻ ചുമ്മാ വീട്ടിൽ ഇരുന്നപ്പോൾ ബ്ലീച്ച് ചെയ്തതാണ്. ഇനി അടുത്തത് ഫേസ് പാക്കാണ്. മുഖത്ത് തേക്കുന്ന ഫേസ് പാക്ക് ലാസ്റ്റ് സ്റ്റെപ്പാണ്. അപ്പോൾ ഫേസ് പാക്കിന് ഫേസ് പാക്കിന് ഞാൻ യൂസ് ചെയ്യുന്നത് മസൂർ ദാലാണ്. മസൂർ ദാൽ അടിപൊളിയാണ് നമ്മളെ ഫേസിന്. ഞാൻ ഈ അരിപ്പൊടിയുടെ കൂടെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് എല്ലാ ദിവസവും മസൂർ ദാൽ. ഞാനിങ്ങനെ പൊടിച്ച് ഇങ്ങനെ ഡപ്പയിലാക്കി വെച്ചേക്കും. അത്ര അടിപൊളിയാണ് മസൂർ ദാൽ. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ യൂസ് ചെയ്യുന്നത് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള വേറൊരു സാധനമാണ്. അതായത് ഇരട്ടി മധുരം ഭയങ്കരമായിട്ട് നമ്മളുടെ ഈ പിഗ്മെൻറ്റേഷനൊക്കെ 1 മാസം നമ്മൾ എല്ലാ ദിവസവും ഒന്ന് ഉപയോഗിച്ച് നോക്കിയേ, വെറും വെള്ളത്തിൽ ഉപയോഗിച്ച് നോക്കിയേ, നമ്മളുടെ ഫേസ് ഭയങ്കരമായിട്ട് മാറും. അത്ര അടിപൊളിയാണ്. ഞാൻ ഈ ഇടയ്ക്കാണ് ഇരട്ടി മധുരം, അതേപോലെ തന്നെ മഞ്ചിഷ്ട ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ട് ഞാൻ പറയാം ഭയങ്കര റിസൾട്ടാണ് എന്നാണ് ഞാൻ ഈ മഞ്ചിഷ്ടയും ഇരട്ടി മധുരത്തിനെ പറ്റി. ഇരട്ടി മധുരം ഞാൻ ഗ്യാരണ്ടി. അത്ര അടിപൊളിയാണ്. നമ്മളെ ഫേസിൽ ടാനൊക്കെ മാറ്റി ബ്രൈറ്റൻ ആവാൻ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. ബ്രൈറ്റൻ ആവാൻ നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാനിത് തേച്ചിട്ട്
കഴുത്തിൽ എന്തായാലും നിങ്ങൾ തേക്കണം. എല്ലാം നിങ്ങൾ എന്തൊക്കെയാണോ മുഖത്ത് തേക്കുന്നത് അത് കഴുത്തിലും ചെവിയിലും അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. കഴുത്തിൻ്റെ ബാക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഡാർക്ക് ആവുന്നത്, അപ്പോൾ അവിടെയൊക്കെ യൂസ് ചെയ്യുക. പിന്നെന്താണ്, ചെവിയിൽ എന്തായാലും യൂസ് ചെയ്യണം കേട്ടോ. ചെവി അല്ലെങ്കിൽ ചെവി വേറെ കളറ്. നോർമലി നമ്മളുടെ ചെവിക്കാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കുറച്ചും കൂടി നിറമുള്ളതായിട്ട്. അപ്പോൾ ചെവിയിൽ അപ്ലൈ ചെയ്യുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്യുക. അത് കഴിഞ്ഞപ്പോൾ നമ്മളുടെ സ്കിന്ന് നല്ലതായിട്ട് ഇറിറ്റേറ്റ് ആയിട്ടിരിക്കുകയാണ്. ഇറിറ്റേറ്റ് ഇൻ ദ സെൻസ് കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് നമ്മളെ മുഖം കുറച്ച് ഡിസ്റ്റർബായിട്ട് ഇരിക്കുമായിരിക്കും. അപ്പോൾ അതിനെ ഒന്ന് കാമാക്കി നമ്മളെ പോഴ്സൊക്കെ ഒന്ന് അടയാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഐസ് സ്ക്രബിങ്. നമ്മൾ ഐസ് ക്യൂബാണ് ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത്. കാരണം ഫ്ലാക്സ് സീഡ് ജെല്ലാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ല് ഐസ് ട്രേക്കിനകത്ത് ഒഴിച്ചിട്ട് ഫ്രീസ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. അല്ലാതെ ഐസ് റോളർ എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ അതിനകത്ത് ജെല്ല് ഇരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഐസ് ക്യൂബിനകത്തോട്ടാക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഫ്ലാക്സ് സീഡ് ജെല്ലും എടുക്കണം എന്നില്ല, നോർമൽ ഐസ് വാട്ടറിൽ കഴുകിയാലും മതി, അല്ലെങ്കിൽ ഐസ് വാട്ടർ ക്യൂബ്സ് ആക്കിയിട്ട് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഫ്ലാക്സ് സീഡ് ആകുമ്പോൾ കുറച്ചും കൂടി എഫക്റ്റാണ്, ലൈക്ക് ഫ്ലാക്സ് സീഡിൻ്റെ ഗുണവും കൂടെ നമ്മളെ ഫേസിന് കിട്ടുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ല് ഉപയോഗിക്കുന്നത്. ഞാൻ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും എല്ലാ ദിവസവും ഇത് ഐസ് റോൾ ചെയ്യാറുണ്ട് കേട്ടോ. ഈ ഫ്ലാക്സ് സീഡിൻ്റെ ഞാനിപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് 2 ആഴ്ച ആവുന്നതേ ഉള്ളൂ. അതിന് മുന്നേ വരെ ഞാൻ നോർമൽ വാട്ടറിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് നമ്മളൊരു 2 മിനിറ്റൊക്കെ വെച്ചിട്ട് വാഷ് ചെയ്യുക. എന്നിട്ട് ഇപ്പോൾ നമ്മൾ ഫേഷ്യലൊക്കെ ചെയ്ത് നമ്മളെ സ്കിൻ അടിപൊളി, നമ്മളെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സൊക്കെ കളഞ്ഞ് ടാനൊക്കെ റിമൂവായി നല്ല അടിപൊളിയായിട്ട് ഇരിക്കുമായിരിക്കും. എന്നും പറഞ്ഞ് സ്കിൻ കെയർ ചെയ്യാതിരിക്കരുത്. അതായത് സ്കിൻ കെയർ ചെയ്തില്ലെങ്കിൽ ഈ വന്ന ബ്രൈറ്റ്നസ്സും എല്ലാം അതേപോലെ തന്നെ തിരിച്ചു പോകും. ഞാൻ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്കിൻ കെയർ അല്ല ഉപയോഗിക്കുന്നത്. ഞാൻ നോർമലായിട്ടുള്ള അണ്ടർ 200 റുപ്പീസിൽ വരുന്ന പ്രോഡക്റ്റ്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ടോണറായിട്ട് യൂസ് ചെയ്യുന്നത് റോസ് വാട്ടറാണ്. റോസ് വാട്ടർ എനിക്ക് തോന്നുന്നു ഒരു 50 കുഞ്ഞു ബോട്ടിലാണ്, 50 60 എന്തായാലും ആവത്തുള്ളൂ. 40 50 60 അത്രേ ആവത്തുള്ളൂ. കുറച്ചൊരു 3 ഡ്രോപ്പ് എടുക്കുക, യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പം എഴുതി പൊട്ടിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ബ്ലീച്ച് ചെയ്തിട്ടാണ് ഞാൻ ചെയ്തതെന്ന്. അപ്പോൾ ബ്ലീച്ചിൻ്റെ കൂടെ വന്ന ഒരു ഇതാണ് സെറമാണിത്. ഇപ്പോൾ ബ്ലീച്ച് ചെയ്യുന്നതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ, പോയി കാണുക. അത്ര ഫേസിന് നല്ലതല്ല ബ്ലീച്ച് ചെയ്യുന്നത്, ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ സ്കിന്ന് അത്രയ്ക്ക് കെയർ ചെയ്യുന്നു. ഞാൻ എൻ്റെ വീടിൻ്റെ പുറത്ത് മാക്സിമം ഇറങ്ങാതെ എൻ്റെ റൂമിൽ തന്നെ, അതും 3 ഫിംഗർ റൂൾ SPF 50 സൺസ്ക്രീൻ ഇട്ടിട്ട് ഞാൻ വീടിൻ്റെ അകത്ത് കിടക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം എനിക്ക് ബ്ലീച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അധികം അങ്ങനെ പ്രശ്നമുള്ളതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. നിങ്ങൾ എല്ലാ ദിവസവും പുറത്തൊക്കെ പോകുന്ന വ്യക്തികളാണെങ്കിൽ ചെയ്യരുത്. മാക്സിമം നമ്മൾ 3 ദിവസമെങ്കിലും, മിനിമം നമ്മൾ 3 ദിവസമെങ്കിലും വീട്ടിൽ ഇരിക്കുക ബ്ലീച്ച് ചെയ്തിട്ട്. ബ്ലീച്ച് ചെയ്യാത്തതാണ് നല്ലത്. ഒരിക്കലും 20 വയസ്സിന് താഴെ ഉള്ളവർ ബ്ലീച്ച് ചെയ്യരുത്. അതിനെപ്പറ്റി ചിന്തിക്കുക പോലും ചെയ്യരുത്. നിങ്ങൾ അത്ര ഹാംഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ് ബ്ലീച്ചിങ്. പിന്നെ നല്ല ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ നമ്മളെ കല്യാണം അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ പാർലറിൽ പോയി ചെയ്യുക. ഇല്ലെങ്കിൽ ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന ബ്രാൻഡ് അത്യാവശ്യം കുഴപ്പമില്ല, ഉപയോഗിക്കുന്നെങ്കിലും പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് ഉപയോഗിക്കുക. അത്ര കെമിക്കൽ ഉള്ള സാധനമാണ് കേട്ടോ. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ബ്രാൻഡിൻ്റെ കൂടെ വന്നതാണ് ഈ സെറം. എല്ലാ ബ്രാൻഡിൻ്റെയും കൂടെ സെറം വരണം എന്നില്ല. നല്ലൊരു ഐഡിയ ആണ് ഈ സെറം. പോസ്റ്റ് ബ്ലീച്ച് സെറം എന്നങ്ങാണ്ടാണ് ഇതിൻ്റെ പേര്. നല്ല മണമാണ്. അപ്പം ഞാൻ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇതിപ്പം ബ്ലീച്ച് ചെയ്തുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ഞാൻ ഈ സാധനം ഉപയോഗിക്കില്ല. ഞാൻ സെറം ഉപയോഗിക്കുന്നെങ്കിൽ അത് വിറ്റാമിൻ സി ആയിരിക്കും, അത് പകൽ ഉപയോഗിക്കില്ല. രാത്രിയിലത്തെ സ്കിൻ കെയറിലാണ് ഞാൻ ഈ സെറം ഇൻക്ലൂഡ് ചെയ്യുന്നത് കേട്ടോ. നല്ലതാണ്, വിറ്റാമിൻ സി നല്ല മണമാണ് കേട്ടോ ഈ ഒരു സെറത്തിന്. പിന്നെ അത് കഴിഞ്ഞ് സെറം ജസ്റ്റ് ഒന്ന് എല്ലാ സ്കിൻ കെയർ കഴിഞ്ഞ് നമ്മളൊരു 1 മിനിറ്റെങ്കിലും ബ്രേക്ക് കൊടുക്കണം. കാരണം ഇത് നമ്മളെ സ്കിന്നിൽ അബ്സോർബ് ആവണമല്ലോ. സ്കിൻ കെയർ എപ്പോഴും സമയം എടുത്ത് ചെയ്യുക, വെപ്രാളത്തിൽ ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. അപ്പോൾ ഈ സെറം ഇട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നത്. മോയ്സ്ചറൈസർ ഞാൻ നിവ്യയുടെയാണ് ഉപയോഗിക്കുന്നത്. ഒരു 120 റുപ്പീസ് അങ്ങാണ്ട് വരും. പിന്നെ പോൺസിൻ്റെതും ഉപയോഗിക്കും. പോൺസിൻ്റെ ജെല്ലല്ല ഞാൻ ഉപയോഗിക്കുന്നത്, അല്ലാതെ ക്രീം ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസറാണ് എനിക്ക് നല്ലത്. എൻ്റെ ഡ്രൈ സ്കിന്നാണ്, അതുകൊണ്ട് എനിക്ക് നല്ലത് ക്രീം ബേസ്ഡ് ആയിട്ടുള്ളതാണ്. ഓയിലി സ്കിൻ ഉള്ളവർക്കാണ് ജെൽ പ്രോഡക്ട്സ് നല്ലത്. അപ്പോൾ ഞാൻ തന്നെ നിവ്യയുടെ മോയ്സ്ചറൈസർ, ഇത് എനിക്കൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് പറഞ്ഞു തന്നിട്ട് ഞാൻ മേടിച്ചതാണ് കേട്ടോ. നിവ്യയും ഇതും എനിക്ക് നല്ലതാണ്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോൺസും എനിക്ക് അടിപൊളിയായിട്ട് വർക്കാവുന്നതാണ്. അപ്പോൾ ഇത് തേച്ച് കഴിഞ്ഞ് ഇപ്പം ഞാൻ പകലാണ് ബ്ലീച്ച് ചെയ്തത്. മിക്കവാറും ഒക്കെ രാത്രി, ഞാൻ നോർമലി എപ്പോഴും രാത്രിയാണ് ചെയ്യാറ്. ഇതിപ്പോൾ പകൽ ചെയ്ത്, അതെന്താണ് ചുമ്മാ വെറുതെ ഇരുന്നപ്പോൾ ചെയ്തതാണ്. പിന്നെ അതിന് ശേഷം ഞാൻ ലിപ്പ്, നമ്മളെ സ്കിൻ കെയർ മുഖം നോക്കുന്ന പോലെ ലിപ്പ് നോക്കാം. ഞാൻ ലിപ് ബാം ഹിമാലയയുടെ, നമ്മളെ പണ്ട് മുതലുള്ള ഹിമാലയയുടെ ലിപ് ബാമാണ് ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നുണ്ട്.
സൺസ്ക്രീൻ ഏത് ബ്രാൻഡിൻ്റെ ആയിരുന്നു എനിക്ക് ഓർമ്മയില്ല. ഗുഡ് വൈബ്സിന് സൺസ്ക്രീൻ ഇല്ലല്ലോ ഇനി. മമാർത്തോ അങ്ങനെ കണ്ട. ഞാൻ വീട്ടിലിരിക്കുമ്പോൾ അങ്ങനത്തെ ബ്രാൻഡാണ് കേട്ടോ ഉപയോഗിക്കുക. മമാർത്ത് അങ്ങനത്തെ. പുറത്ത് പോകുമ്പോഴാണ് ഞാൻ ഡോക്ടർ ഷെത്തിൻ്റെ ഉപയോഗിക്കുന്നത്. രണ്ടും ഞാൻ SPF50 ആണ് ഉപയോഗിക്കുന്നത്. വീട്ടിലിരിക്കുമ്പോഴാണ് മമാർത്ത് കുറച്ചുകൂടെ നല്ലത്. ഞാൻ നല്ല രീതിയിൽ സൺസ്ക്രീൻ ഇടും, നല്ല രീതിയിൽ. എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ സൺസ്ക്രീൻ ഇല്ലാത്തൊരു ജീവിതത്തെ പറ്റി. കാരണം ഞാൻ അത്ര സ്ട്രഗിൾ ചെയ്തിട്ടാണ് എൻ്റെ ഫേസ് നല്ലതാക്കിയത്. അപ്പോൾ നിങ്ങളെല്ലാവരും നല്ലതായിട്ട് വെള്ളം കുടിക്കുക, അതേപോലെ തന്നെ ഇതൊക്കെ സ്കിൻ കെയർ ചെയ്യുക, എന്നാലും നമ്മളെ സ്കിന്നിന് സെറ്റ് ആവത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം, ലൈക്ക് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ എന്താ, നിങ്ങൾ കമൻറ്റ്സ് ഇടുക. എനിക്ക് നിങ്ങളെ കമൻറ്റ്സ് വയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എല്ലാവരും കമൻറ്റ് ചെയ്യുക. അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ശരി, ബൈ.